നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 65-കാരന് ദാരുണാന്ത്യം. പ്രതിഷേധത്തിൽ നാട്ടുകാർ. മുതിർന്ന കോൺഗ്രസ് നേതാവ് KP ധനപാലൻ അന്തരിച്ചു. അന്ത്യം പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച്. ചെങ്ങാലൂർ കുണ്ടുക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണ അവശിഷ്ടങ്ങൾ പുഴയിൽ കുന്നുകൂടി. മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അങ്കണവാടികളിൽ പ്രവേശനോത്സവം. കുരുന്നുകൾക്ക് വർണ്ണശബളമായ വരവേൽപ്പ്. നമുക്ക് ജാതിയില്ല പ്രഖ്യാപനത്തിന്റെ 110ാം വാർഷിക ദിനത്തിൽ കല്ലൂരിൽ ബഹുജന സദസ്സ് നടത്തി BKMU. SSLC+2 ഉന്നത വിജയികളെ അനുമോദിച്ച് കൊടകര. ഒരുമിക്കാം ഒന്നുകൂടി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. വിശദമായ വാർത്തകളിലേക്ക്. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 65-കാരന് ദാരുണാന്ത്യം. അതിരപ്പള്ളി പുല്ലർക്കാട്ട് മോഹനനാണ് മരിച്ചത്. പുലർച്ചെ 2:45-നാണ് സംഭവം. സമീപത്ത് കാട്ടാന ഇറങ്ങിയപ്പോൾ മുന്നിൽ ചെന്ന് പെടുകയായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 2:45-ഓടെ അനുജന്റെ വീടിനോട് ചേർന്ന പറമ്പിൽ കാട്ടാന ഇറങ്ങി തെങ്ങും വാഴയും ചവിട്ടിക്കളയുന്ന വിവരമറിഞ്ഞ് വൈശ്ശേരി പുല്ലൂർക്കാട്ട് മോഹനനെത്തി. ടയർ കത്തിച്ചും പന്തം കൊളുത്തിയും ആനയെ തുരത്തുന്നതിനിടെ മോഹനന് നേരെ ആന അക്രമാസക്തനായി പാഞ്ഞെടുത്തു. അടിയേറ്റു വീണ മോഹനനെ ആന വലിച്ചിഴച്ചു. കൂടെ ഉണ്ടായിരുന്നവർ ഒച്ചവെച്ചതോടെ ആന ഇരുട്ടിലേക്ക് മറഞ്ഞു. ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മോഹനനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളിയിൽ ഹർത്താൽ ആചരിച്ചു. രാവിലെ 10 മണിക്ക് ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാത നാട്ടുകാർ ഉപരോധിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA വനമന്ത്രി ഷിബു ബേബി ജോണുമായി ഫോണിൽ നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിച്ചത്. മോഹനനെ കൊലപ്പെടുത്തിയ ആനയെ റീലൊക്കേറ്റ് ചെയ്യുമെന്നും ഫെൻസിംഗ് തകരാർ പരിഹരിക്കുമെന്നും 1-ാം തീയതി വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ പ്രത്യേക യോഗം ചേരുമെന്നും ഉറപ്പുകൾ വനം മന്ത്രി നൽകിയതിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിച്ചത്. മുൻ MPയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP ധനപാലൻ അന്തരിച്ചു. പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 76 വയസ്സായിരുന്നു. എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. 2009-ൽ ചാലക്കുടിയിൽ നിന്ന് ലോക്സഭാംഗമായി. 2014-ൽ തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. പറവൂർ നഗരസഭാംഗം, മിൽമ ചെയർമാൻ, നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം എന്ന നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 2001-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കേക്കര സീറ്റ് ധനപാലന് നൽകിയെങ്കിലും പ്രചാരണം തുടങ്ങിയ ശേഷം പിന്മാറേണ്ടി വന്നു. എറണാകുളം ജില്ലയിലെ AK ആന്റണിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാൾ കൂടിയായിരുന്നു KP ധനപാലൻ. ചെങ്ങാലൂർ കുണ്ടുക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിന്റെ ഭാഗമായി പുഴയിൽ അവശേഷിക്കുന്ന കല്ലുകളും മറ്റ് അവശിഷ്ടങ്ങളും അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ചെങ്ങാലൂർ കുണ്ടുകടവിൽ പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ പൂർത്തിയായെങ്കിലും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുഴയിൽ കല്ലുകളും മറ്റ് അവശിഷ്ടങ്ങളും ഇപ്പോഴും കിടക്കുന്നതായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചൂണ്ടിക്കാട്ടി. ചെങ്ങാലൂർ കുണ്ടുകടവിലെ പാലം നിർമ്മാണം തുടങ്ങുന്നതിന്റെ ഭാഗമായി നടന്ന പൈലിംഗിന്റെ വലിയ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളാണ് പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടയുന്നത്. പാലത്തിൽ നിന്നും 100 മീറ്ററോളം നീങ്ങിയാണ് വാർക്ക കമ്പികളും കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും കിടക്കുന്നത്. ഇതുമൂലം പുഴയുടെ മുകളിൽ നിന്നും ഒഴുകി വരുന്ന മണ്ണും ചെളിയും ഇവിടെ അടിഞ്ഞുകൂടി നീരൊഴുക്ക് തടസ്സപ്പെടാനും കാരണമാകുന്നുണ്ട്. കുണ്ടുകടവ് പാലം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടുകാരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ നല്ലൊരു കാര്യമാണ്. അത് വളരെ ആവശ്യം കൂടിയാണ്. അതിൽ വളരെ സന്തോഷമുണ്ട് അത് പൂർത്തിയായിപ്പോൾ. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ഈ പണി കഴിഞ്ഞതിന് ശേഷം വരുന്ന ഈ വേസ്റ്റ് അവർ ഇവിടെ ഇട്ട് പോയേക്കാണ്. അപ്പോൾ അതിൻ്റെ ഈ പൈലിങ്ങിൻ്റെ ബാക്കി ആയിട്ട് വന്നിട്ടുള്ള പില്ലറിൻ്റെ എല്ലാ സാധനങ്ങളും പൊട്ടിച്ച് അവരത് അവിടെ ഉപേക്ഷിച്ച് പോകുമ്പോൾ പുഴയുടെ സ്വാഭാവികമായിട്ടൊരു ഒഴുക്കിനെ അത് വളരെ തടസ്സപ്പെടുത്തും. മറ്റൊരു പ്രധാന വിഷയം നിർമ്മാണത്തിൽ തന്നെ വന്ന പ്ലാസ്റ്റിക് ചാക്ക് അടക്കമുള്ള മാലിന്യങ്ങളാണ്. ഇത്തരം പ്ലാസ്റ്റിക് വർഷങ്ങളോളം നശിക്കാതെ ഇരിക്കുമെന്നും ശേഷം മൈക്രോ പ്ലാസ്റ്റിക് ഘടകങ്ങളായി മാറി കുടിവെള്ളത്തിലടക്കം കലരുമെന്നും ഇത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറാൻ ഏറെ സാധ്യതയെന്നും പരിഷത്ത് പ്രവർത്തകർ ചൂണ്ടിപ്പറഞ്ഞു. പ്ലാസ്റ്റിക് ഇത്രയധികം കുടിവെള്ള പദ്ധതികളുള്ള നമ്മുടെ കുറുമാലിപ്പുഴയിൽ ചിറകളുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട്, പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ഒക്കെ പ്ലാസ്റ്റിക് നേരിട്ട് പുഴയിൽ ഇറങ്ങിക്കെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങിക്കെടുക്കുന്ന പ്ലാസ്റ്റിക് ശുദ്ധീകരിച്ച് എടുത്തില്ലെങ്കിൽ അത് വലിയ തോതിൽ നമ്മളുടെ കുടിവെള്ളത്തിൽ
നേരിട്ട് പ്ലാസ്റ്റിക് കലരുന്ന, അങ്ങനെ കുടിവെള്ളത്തിൽ പ്ലാസ്റ്റിക് കലർന്ന് നമ്മുടെ രക്തധമനികളുടെ കൊഴുപ്പുകളിലേക്ക് പ്ലാസ്റ്റിക്, മൈക്രോ പ്ലാസ്റ്റിക്, നാനോ പ്ലാസ്റ്റിക് രൂപത്തിലേക്ക് എത്തുന്ന, നമ്മുടെ ശരീരത്തിലെ അത്തറോസിലേക്ക് പ്ലാസ്റ്റിക് എത്തുന്ന, അങ്ങനെ പ്ലാസ്റ്റിക് എത്തി അതുണ്ടാക്കുന്ന അത്തറോസ്ക്ലറോസിസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, ഇപ്പോൾ യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഇറ്റലിയിൽ നേപ്പിൾസിൽ നടന്നൊരു പഠനമാണ് ഡോക്ടർ മാർഫെല്ല നടത്തിയ പഠനം. ആ പഠനത്തിനകത്ത് ഈ മനുഷ്യൻ്റെ ധമനികളിലെ കൊഴുപ്പുകളിൽ ഈ മൈക്രോ നാനോ പ്ലാസ്റ്റിക്സ് അടിഞ്ഞുകൂടുമ്പോൾ അത് അങ്ങനെ അടിഞ്ഞുകൂടുന്ന ആൾക്കാരിൽ ഈ രക്താതിമർദ്ദം, അതുവഴിയിട്ടുള്ള ഹൃദയസ്തംഭനവും മസ്തിഷ്കാഘാതവും വരാനുള്ള സാധ്യത 4.5 ഇരട്ടിയാണെന്നാണ്. കാലവർഷം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇവ വെള്ളത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിന് തടസ്സമാകാനും വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാനും സാധ്യതയുണ്ടെന്ന് പരിഷത്ത് പ്രവർത്തകർ ആശങ്ക പ്രകടിപ്പിച്ചു. അതിനാൽ പുഴയിൽ കിടക്കുന്ന നിർമ്മാണ അവശിഷ്ടങ്ങൾ യാതൊരു കാലതാമസവും കൂടാതെ നീക്കം ചെയ്യുന്നതിനായി അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഇറിഗേഷൻ വകുപ്പിനോടും പുതുക്കാട് ഗ്രാമപഞ്ചായത്തിനോടും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റി ആവശ്യമുന്നയിച്ചു. ഇക്കാര്യം സംബന്ധിച്ച കമ്മിറ്റി പ്രസിഡന്റ് TM ശിഖാമണിയും സെക്രട്ടറി AT ജോസും പ്രസ്താവനയിലൂടെ അധികാരികളോട് ആവശ്യപ്പെട്ടു. തൃക്കൂർ പഞ്ചായത്ത് തല അങ്കണവാടി പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ ആൻസി ജോസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ഡേവിസ്, പഞ്ചായത്ത് അംഗം ധന്യ ഷനോജ്, CWF അനില ബാബു, അങ്കണവാടി വർക്കർ TR രമ എന്നിവർ പ്രസംഗിച്ചു. അങ്കണവാടിയിൽ നിന്നും പുതിയ പഠന മേഖലകളിലേക്ക് കടക്കുന്ന മുതിർന്ന കുട്ടികൾക്ക് സ്നേഹനിർഭരമായ യാത്രയപ്പ് നൽകി. ഈ വർഷം പുതിയതായി എത്തിയ കുരുന്നുകളെ മധുരവും സമ്മാനങ്ങളും നൽകി പ്രവേശനോത്സവത്തിലേക്ക് വരവേറ്റു. പുതുക്കാട് ചാക്കോച്ചിറ ചിത്തിര അങ്കണവാടി പ്രവേശനോത്സവം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ജോഷി ജോയ് അധ്യക്ഷയായിരുന്നു. CDS അംഗം ത്രേസ്യമ ആന്റണി, രതി അരവിന്ദാക്ഷൻ, അങ്കണവാടി വർക്കർമാരായ CP ആലീസ്, KK അംബിക, ഹെൽപ്പർ ഷീബ രവി എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ 2ാം വാർഡിലെ അങ്കണവാടികളിൽ പ്രവേശനോത്സവം നടത്തി. പഞ്ചായത്ത് അംഗം K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി കമ്മിറ്റി അംഗം UG സജീവ് അധ്യക്ഷത വഹിച്ചു. കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും നൽകി. റോസ്മേരി ജെയിംസ്, ജയ, ബിന്ദു, ബേബി എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. മറ്റത്തൂർ പഞ്ചായത്ത് കാവനാട് വാർഡിലെ അങ്കണവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. 33ാം നമ്പർ അന്നപൂർണ അങ്കണവാടിയിൽ നടന്ന പ്രവേശനോത്സവം പഞ്ചായത്ത് അംഗം KR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. MLMC അംഗം സരള മോഹനൻ അധ്യക്ഷത വഹിച്ചു. അങ്കണവാടി വർക്കർ KA സീബ, ഹെൽപ്പർ MB ജിനി എന്നിവർ പ്രസംഗിച്ചു. പുതിയ കുട്ടികളെ ഉപഹാരം നൽകി സ്വീകരിച്ചു. പഠനം കഴിഞ്ഞു പോകുന്ന കുട്ടികൾക്ക് ട്രോഫികൾ നൽകി. കഥ കേൾക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, സുഖമായിട്ട് കിടന്നുറങ്ങാം. കൊടകര പഞ്ചായത്തിലെ 5ാം വാർഡിലെ സെന്റർ നമ്പർ 8 അങ്കണവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. നവാഗതരായ കുരുന്നുകളെ മധുര പലഹാരങ്ങളും സമ്മാന പൊതികളും നൽകി വരവേറ്റു. പ്രവേശനോത്സവം പഞ്ചായത്ത് അംഗം ലിജോ കളത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി വർക്കർ PK സിന്ധു, ആശാ വർക്കർ MK മിനി, ഹെൽപ്പർ TV പുഷ്പ, AIMSC കമ്മിറ്റി അംഗം രവി കടക്കശ്ശേരി, അനിത ഹരി കാവിൽ, രേണുക രാഗേഷ് എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ 7ാം നമ്പർ അങ്കണവാടിയിൽ പ്രവേശനോത്സവം നടത്തി. പഞ്ചായത്ത് അംഗം സോജിയ പ്രിന്റോ അധ്യക്ഷത വഹിച്ചു. അങ്കണവാടി വർക്കർ മാജറി, ഹെൽപ്പർ മാഗി ആന്റണി എന്നിവർ പ്രസംഗിച്ചു. അങ്കണവാടിയിലേക്കുള്ള സാധന സാമഗ്രികൾ സ്പോൺസർ ചെയ്ത നവീൻ മഞ്ഞളയെ ആദരിച്ചു. ദേശീയപാത കുറുമാലിയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലേക്ക് മറിഞ്ഞ അപകടം, ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുറുമാലി U-ടേണിന് സമീപം ശനിയാഴ്ച 1 മണിയോടെയാണ് സംഭവം. നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലെ കാനിയിലേക്ക് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത്. തൃശൂർ ഭാഗത്തു നിന്നും വന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ചാലക്കുടി ഭാഗത്തു നിന്നും വന്ന മറ്റൊരു വാഹനം പെട്ടെന്ന് U-ടേൺ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഈ വാഹനത്തെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചതായിരുന്നു കാർ. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശത്തെ ചക്രം വേർപെട്ട നിലയിലാണ്. കാറിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുറുമാലിയിലെ U-ടേണിൽ തുടർച്ചയായി അപകടങ്ങൾ സംഭവിക്കുന്ന ഇടമാണെന്നും കൃത്യമായി സിഗ്നലുകൾ സ്ഥാപിച്ച് വാഹനയാത്രികർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള നടപടികൾ വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. നമുക്ക് ജാതിയില്ല. ശ്രീനാരായണ ഗുരുവിന്റെ ചരിത്ര പ്രസിദ്ധമായ പ്രഖ്യാപനത്തിന്റെ 110ാം വാർഷിക ദിനത്തിൽ കല്ലൂരിൽ ബഹുജന സദസ്സ് നടത്തി. BKMU
പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലൂർ മാവിൻചുവട് സെന്ററിൽ നടന്ന പൊതുജന സദസ്സ് BKMU സംസ്ഥാന സെക്രട്ടറി VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി PM നിക്സൺ അധ്യക്ഷനായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് PC സാജു, CPI മണ്ഡലം കമ്മിറ്റി അംഗം B സുലൈമാൻ, ലോക്കൽ സെക്രട്ടറി ഡെനീസ് പുളിക്കൻ, പഞ്ചായത്ത് അംഗം രമണിചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ജയന്തി സുരേന്ദ്രൻ, സുനന്ദ ശശി, VR രാജൻ, അജിത മാധവൻ, KV പ്രവീൺ, ജോഷി കല്ലുക്കാരൻ, ശിവരാമൻ പൂണിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്ത് ജാതി വ്യവസ്ഥയുണ്ടാകുന്നത്. ആ ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ചാതുർവർണ്ണ വ്യവസ്ഥിതി സൃഷ്ടിക്കപ്പെടുന്നത്. ആ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് സവർണനും അവർണനും എന്ന പേരിൽ മനുഷ്യരെ തരംതിരിക്കുന്നത്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷന്റെ സ്വന്തം യശോദ ചേച്ചി പടിയിറങ്ങി. ഹൃദ്യമായ യാത്രയയപ്പ് സഹപ്രവർത്തകർ യശോദയ്ക്ക് നൽകി. 26 വർഷങ്ങൾക്ക് മുൻപ് പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ട്രാഫിക് വിഭാഗത്തിൽ ജീവനക്കാരിയായാണ് PM യശോദ സർവീസ് ആരംഭിക്കുന്നത്. തുടക്കം പുതുക്കാട് സ്റ്റേഷനിൽ നിന്ന്, വിരമിക്കുന്നതും പുതുക്കാട് സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ്. ഇതിനിടയിൽ 9 മാസം ചാലക്കുടിയിൽ ജോലി ചെയ്തതൊഴിച്ചാൽ സർവീസ് മുഴുവനും പുതുക്കാട് തന്നെ. എടപ്പാൾ പന്താവൂർ സ്വദേശിയാണെങ്കിലും 26 വർഷം ജോലി ചെയ്ത സ്ഥലം സ്വന്തം നാട് പോലെയാണെന്ന് യശോദ പറയുന്നു. ഇതിനിടെ തന്റെ സർവീസിൽ സത്യസന്ധമായ സേവനത്തിന് അംഗീകാരങ്ങളും യശോദയെ തേടിയെത്തി. നിലവിൽ പുതുക്കാട് സ്റ്റേഷനിലെ പോയിന്റ്സ്മാൻ ആയാണ് മെയ് 31-ന് യശോദ വിരമിക്കുന്നത്. ഈ കാലയളവിൽ ഒരിക്കൽ പോലും തന്റെ സർവീസിൽ ഒരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ടായിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം റിട്ടയേർഡ് ട്രാഫിക് ഇൻസ്പെക്ടർ റഹീം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ട്രാഫിക് ഇൻസ്പെക്ടർ പോൾ NJ മനേഷ്, സ്റ്റേഷൻ സൂപ്രണ്ട് ആനന്ദലക്ഷ്മി, തൃശൂർ സ്റ്റേഷൻ മാനേജർ ഫിലിപ്പോസ്, റിട്ടയേർഡ് സ്റ്റേഷൻ സൂപ്രണ്ട് KS ജയകുമാർ, പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PR ജയകുമാർ, മറ്റ് റെയിൽവേ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഇനി യശോദേച്ചിക്ക് വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇനി യശോദേച്ചിയുടെ കണ്ണിൽ നിന്ന് കണ്ടുവരണമെങ്കിൽ അത് സന്തോഷത്തിന്റെ കണ്ണിൽ മാത്രമാകാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി അധികം നേരം നിങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. യശോദേച്ചിയെ TV 100 വർഷം ജീവിതം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അതൊരു ബുദ്ധിമുട്ടായി മാറും. ജീവിച്ചിരിക്കുന്ന കാലത്തോളം വളരെ സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത നിലയ്ക്ക് ജീവിക്കാനായിട്ട് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മോട് കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ പേര് ദേവന. 2 വർഷങ്ങൾക്ക് മുമ്പ് വിജയവതിയിൽ ഇവിടെ നിന്ന് പഠിക്കുന്ന ആളാണ്. എനിക്ക് പറയും ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട യശോദ ഇതായി പോയിരുന്നു. ഇന്നത്തെ മുഖ്യാതിഥി യശോദ, തൃശ്ശൂർ SMR ഫിലിപ്പോസ്, ജയകുമാർ, ഇവിടുത്തെ സ്റ്റേഷൻ സൂപ്രണ്ട് അനന്തലക്ഷ്മി, രാജൻ സാർ, BA ജയകുമാർ. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കൊടകരയിലെ ഒരുമിക്കാം ഒന്നുകൂടി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. VS സുധീർ അധ്യക്ഷനായി. കൊടകര ഉണ്ണി, KB ഉണ്ണികൃഷ്ണൻ, മനോജ് വലിയപുരയ്ക്കൽ, ബിജു വാസുപുരം, സൂരജ് മറ്റത്തൂർ, അനിൽകുമാർ ആന്തപ്പള്ളി, KS രാജേഷ് കുറുപ്പ്, ബെന്നി മെട്രോ, MA ജോയ്സൺ, സുനിൽ പേരാമ്പ്ര, ബൈജു കുമാർ, ശ്രീജ സുന്ദർ, രജനി ഷിബു, സുഗന്ധി, ബിന്ദു പ്രതാപൻ എന്നിവർ പ്രസംഗിച്ചു. വിജയികളായ അർജുൻ ഉണ്ണികൃഷ്ണൻ, അനന്ത പത്മനാഭൻ, ദേവനന്ദ, നിഹാരിക, ഋത്വിക് അനിൽ, ജോൺ ജോയ്സൺ, ആർദ്ര ബൈജു എന്നിവർ ഉപഹാരം ഏറ്റുവാങ്ങി. കൊടകര പഞ്ചായത്തും അനന്ത IAS അക്കാദമിയും സംയുക്തമായി സൗജന്യ IAS കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. 5ാം ക്ലാസ് മുതൽ ബിരുദതലം വരെയുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS അഭിലാഷ് അധ്യക്ഷനായി. സുഭാഷ് ചന്ദ്രൻ ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വിനയൻ തോട്ടാപ്പള്ളി, മിനി ദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ ആശ രാംദാസ്, ഗിരിജ ശ്യാംകുമാർ, ജിൻസി റാഫി, അസിസ്റ്റന്റ് സെക്രട്ടറി V സുനിൽകുമാർ, ലൈബ്രറിയൻ സുഷമ T ശാന്തൻ, വിനീത് മധു, രാഹുൽ മാധവ് എന്നിവർ പ്രസംഗിച്ചു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി സോക്കർ മാനിയ. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ജൂൺ 11-നാണ് കിക്ക് ഓഫ്.
12 ഗ്രൂപ്പുകളിലായി 48 ടീമുകളാണ് ഇത്തവണത്തെ ഫുട്ബോൾ ലോകകപ്പിൽ മാറ്റുരയ്ക്കുക. ഒരു ഗ്രൂപ്പിൽ 4 വീതം ടീമുകൾ. ഓരോ ഗ്രൂപ്പിൽ നിന്നും 1ഉം 2ഉം സ്ഥാനക്കാരായ 2 ടീമുകളും മികച്ച 8 മൂന്നാം സ്ഥാനക്കാരും അടുത്ത ഘട്ടമായ 32 ടീമുകളുടെ കളത്തിലേക്ക് കടക്കും. ഓരോ ഗ്രൂപ്പിലെയും ടീമുകളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. ഗ്രൂപ്പ് എ. 16 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ലോകകപ്പിനെത്തുന്ന ദക്ഷിണാഫ്രിക്ക. വീണ്ടും നാട്ടുകാർക്ക് മുന്നിൽ പന്ത് തട്ടാൻ ഒരുങ്ങുന്ന മെക്സിക്കോ. ഖത്തർ ലോകകപ്പിൽ പോർച്ചുഗലിനെ ഞെട്ടിച്ച ദക്ഷിണ കൊറിയ. 20 വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പിന് ടിക്കറ്റ് എടുത്ത ചെക്ക് റിപ്പബ്ലിക്. ഇവരാണ് ഫിഫ ലോകകപ്പിലെ എ ഗ്രൂപ്പ് ടീമുകൾ. ആതിഥേയരായ മെക്സിക്കോ തന്നെയാണ് ഗ്രൂപ്പിലെ കരുത്തർ. ഫിഫ റാങ്കിംഗ് 15. 1970-നും 1986-നും ശേഷം ഇത് 3ാം തവണയാണ് മെക്സിക്കോ ലോകകപ്പിന് വേദിയാകുന്നത്. മെക്സിക്കൻ പരിശീലകനായ ഹാവിയർ അഗ്രയ്ക്ക് കീഴിൽ നാട്ടുകാർക്ക് മുന്നിൽ സ്വപ്നതുല്യമായ ഒരു ടൂർണമെന്റ് കളിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. 4ാം ലോകകപ്പിൽ കളിക്കുന്ന ഫുൾഹാം താരം റൗൾ ഹീമനസ് തന്നെയായിരിക്കും ടീമിന്റെ കുന്തമുന. മെക്സിക്കൻ ഗോൾ കീപ്പർ ഒട്ടോവ തന്റെ 6ാം ലോകകപ്പിൽ കളിക്കാൻ സാധ്യതയുണ്ട്. സെസാർ മോണ്ടസ്, യോഹാൻ വാസ്കസ്, അൽവാരോ ഫിദൽഗോ, സാന്റിയാഗോ ഹീമനസ് എന്നിവരാണ് ശ്രദ്ധേയരായ താരങ്ങൾ. ജൂൺ 11-ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഉദ്ഘാടന മത്സരമാണ് മെക്സിക്കോയുടെ ആദ്യ മത്സരം. ൽ സ്വന്തം നാട്ടിലെ ലോകകപ്പിൽ സെമി ഫൈനൽ പ്രവേശനം നേടിയ ദക്ഷിണ കൊറിയ ഇത്തവണ മികച്ച പ്രകടനം പ്രതീക്ഷിച്ചാണ് എത്തുന്നത്. ഫിഫ റാങ്കിംഗ് 25. സൂപ്പർ താരം സൺ ഹ്യൂമിൽ തന്നെയാണ് ടീമിന്റെ പ്രതീക്ഷ. ബയൺ താരം കിം ഇൻജെ, PSG-യുടെ ലീ കാനിൽ തുടങ്ങിയ പ്രധാന താരങ്ങളും സ്ക്വാഡിലുണ്ട്. ഏത് വമ്പനെയും വീഴ്ത്താൻ കെൽപ്പുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യ മത്സരം ജൂൺ 11-ന് ചെക്ക് റിപ്പബ്ലിക്കിനെതിരെയാണ്. ലോകകപ്പിന് ആതിഥ്യമരുളിയ ദക്ഷിണാഫ്രിക്ക ഇത്തവണ എത്തുന്നത് ഒരുങ്ങിത്തന്നെയാണ്. ഫിഫ റാങ്കിങ്ങിൽ 60ാം സ്ഥാനത്താണെങ്കിലും 16 വർഷത്തിന് ശേഷം ബെൽജിയം പരിശീലകന്റെ കീഴിൽ കാതലായ മാറ്റങ്ങളുമായാണ് ദക്ഷിണാഫ്രിക്ക എത്തുന്നത്. ഗ്രൂപ്പ് ഘട്ടം കടന്നാൽ പോലും ഈ ലോകകപ്പ് ദക്ഷിണാഫ്രിക്കയ്ക്ക് അവിസ്മരണീയമാകും. ഫിഫ റാങ്കിങ്ങിൽ 41ാം സ്ഥാനത്തുള്ള ചെക്ക് റിപ്പബ്ലിക് അവസാന ലാപ്പിലാണ് ലോകകപ്പിനുള്ള ടിക്കറ്റ് എടുത്തത്. 2006-ൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായ ശേഷം 20 വർഷങ്ങൾ വേണ്ടിവന്നു അവർക്ക് കാൽപന്തിന്റെ ഏറ്റവും വലിയ വേദിയിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്താൻ. 1934, 1962 ലോകകപ്പുകളിലെ 2ാം സ്ഥാനമാണ് ചരിത്രത്തിലെ ഇവരുടെ മികച്ച പ്രകടനം. ഒരു കൂട്ടം മികച്ച താരങ്ങളുണ്ട് സ്ക്വാഡിൽ. എന്തും സംഭവിക്കാവുന്ന, വേണ്ടിവന്നാൽ ആർക്കും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാവുന്ന ഒരു ഗ്രൂപ്പ് ആണ് എ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഗ്രൂപ്പ് ബിയെ കുറിച്ച് അടുത്ത ദിവസം പറയാം. കാൽപന്തിന്റെ ലഹരി പടരട്ടെ. നന്ദി, നമസ്കാരം. ഇന്ധനവില തുടർച്ചയായി വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുമ്പോൾ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ഒളിവ് ജീവിതം നയിക്കുകയാണെന്ന് AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രസാദ് പറേരി പറഞ്ഞു. ഇന്ധനവില വർധനവിനെതിരെ AIYF ജില്ലാ കമ്മിറ്റി നടത്തിയ BSNL ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ധനവില വർധനവ് രൂക്ഷമാകുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ ശക്തമായ ജനരോഷം ഉയർന്നുവരണമെന്നും വില വർധനവിനെതിരെ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾക്ക് AIYF നേതൃത്വം നൽകുമെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസാദ് പറേരി പ്രസ്താവിച്ചു. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ച സമരത്തിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T. പ്രദീപ് കുമാർ, AIYF സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KJ ജോയ്സ്,
AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KA അഖിലേഷ്, ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടോക്കാരൻ, പ്രസിഡന്റ് KA അഭിറാം, സംസ്ഥാന കമ്മിറ്റി അംഗം അലൻ പോൾ വർഗീസ്, AIYF സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TP സുനി, ലിനി ഷാജി, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ്, മണ്ഡല സെക്രട്ടറി GM അഖിൽ എന്നിവർ സംസാരിച്ചു. CITU രൂപീകരിച്ചതിന്റെ 56ാം വാർഷികാഘോഷ പരിപാടികൾ കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ നടത്തി. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ CITU ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ പതാക ഉയർത്തി. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കൊടകര ചുമട്ടുതൊഴിലാളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏരിയ സെക്രട്ടറി PR പ്രസാദൻ പതാക ഉയർത്തി. കൊടകര കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PG വാസുദേവൻ നായർ, പുതുക്കാട് പഞ്ചായത്തിൽ പ്രസിഡന്റ് AV ചന്ദ്രൻ, മറ്റത്തൂർ പഞ്ചായത്തിൽ PC ഉമേഷ്, അളഗപ്പ പഞ്ചായത്തിൽ PK വിനോദൻ, പറപ്പൂക്കര പഞ്ചായത്തിൽ സന്തോഷ് പാറളം എന്നിവർ പതാക ഉയർത്തി. CITU കോർഡിനേഷൻ കൺവീനർമാരായ MK അശോകൻ, MK മോഹനൻ, TA ഉണ്ണികൃഷ്ണൻ, PV ഗോപിനാഥൻ, KA വിധു, PG ഷാജി എന്നിവർ നേതൃത്വം നൽകി. തൊട്ടിപ്പാൽ നെടുമ്പാളിലെ വിവിധ പ്രദേശങ്ങളിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്ത് അംഗം ഷാജു കോമ്പാറക്കാരന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ. മഴക്കാലത്തെ മാലിന്യ പ്രശ്നങ്ങളും അപകടങ്ങളും തടയാൻ റോഡരികുകളിലും പൊതുസ്ഥലങ്ങളിലുമുള്ള മാലിന്യങ്ങളും കാടുപിടിച്ച ഭാഗങ്ങളും വൃത്തിയാക്കി. പൊതുപ്രവർത്തകരും നാട്ടുകാരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പുതുക്കാട് പഞ്ചായത്ത് CITU കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുക്കാട് വടക്കേത്തുറവ് മിനി കമ്മ്യൂണിറ്റി ഹാൾ ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾ CITU കൊടകര ഏരിയ പ്രസിഡന്റ് AV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഫ്രാൻസിസ് അധ്യക്ഷനായി. PG ഷാജി, CP സജീവൻ, സുജാത ഷാജി എന്നിവർ പ്രസംഗിച്ചു. കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൌൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതിയുടെ 27ാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് CK പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. മികച്ച കർഷകരായി തിരഞ്ഞെടുക്കപ്പെട്ട മുരുക്കുങ്ങൽ സ്വദേശി PB ജിജേഷ്, KA ജോമോൻ, PV രാജൻ എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉപഹാരം നൽകി ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സതീശൻ, കൊടകര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ P വിനോദ് കുമാർ, ഹോർട്ടികോർപ്പ് ജില്ലാ മാനേജർ PG സുജിത്, മറ്റത്തൂർ കൃഷി ഓഫീസർ VU ദിവ്യ, PV സുബ്രൻ, CC രേഖ, PK സുബ്രഹ്മണ്യൻ, CM ഷാജൻ എന്നിവർ പ്രസംഗിച്ചു. നന്ദിക്കര ശ്രീകൃഷ്ണ ശിവക്ഷേത്രത്തിൽ പഞ്ചാരിമേളത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഞായറാഴ്ച വൈകിട്ട് 6-ന്. കൊടകര വിജിൽ, നന്ദിക്കര രാഹുൽ എന്നിവരുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച 13 പേരാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. അരങ്ങേറ്റം മേളം കിഴക്കൂട്ട് അനിയന്മാരാർ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് വളഞ്ഞുപാടത്തെ വളർത്തുനായയെ കാണാനില്ലെന്ന് പരാതി. വളഞ്ഞുപാടം പൊന്തോക്കൻ അമലിന്റെ ഉടമസ്ഥതയിലുള്ള നായയെ മെയ് 27 മുതൽ കാണാതായി. കണ്ടുകിട്ടുന്നവർ 8973644241 നമ്പറിൽ ബന്ധപ്പെട്ട് അറിയിക്കുക. കാലാവസ്ഥ. കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. കോടാലി JLP സ്കൂളിൽ ജൂനിയർ അറബിക് പ്രൈമറി അധ്യാപക ഒഴിവുണ്ട്. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ 1-ന് ഉച്ചയ്ക്ക് 2-ന് ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. എച്ചിപ്പാറ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ LPST പാർട്ട് ടൈം അറബിക് അധ്യാപക താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജൂൺ 2-ന് ഉച്ചയ്ക്ക് 2-ന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂൾ ഓഫീസിൽ ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 0482993300 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. മറ്റത്തൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിലവിലുള്ള 2 മെഡിക്കൽ ഓഫീസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. MPBS-ഉം TCMC രജിസ്ട്രേഷനുമാണ് യോഗ്യത. 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. താല്പര്യമുള്ളവർ അടുത്ത മാസം 10-ന് ഉച്ചയ്ക്ക് 2-ന് മുൻപായി സൂപ്രണ്ട്, മറ്റത്തൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം, PO പാടി എന്ന വിലാസത്തിലോ Gmailലോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9497889681 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,395 രൂപ, പവന് 1,15,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 65-കാരന് ദാരുണാന്ത്യം, പ്രതിഷേധത്തിൽ നാട്ടുകാർ. മുതിർന്ന കോൺഗ്രസ് നേതാവ് KP ധനപാലൻ അന്തരിച്ചു. അന്ത്യം പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച്.
ചെങ്ങാലൂർ കുണ്ടുക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണ അവശിഷ്ടങ്ങൾ പുഴയിൽ കുന്നുകൂടി. മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അങ്കണവാടികളിൽ പ്രവേശനോത്സവം. കുരുന്നുകൾക്ക് വർണ്ണശബളമായ വരവേൽപ്പ്. നമുക്ക് ജാതിയില്ല പ്രഖ്യാപനത്തിന്റെ 110ാം വാർഷിക ദിനത്തിൽ കല്ലൂരിൽ ബഹുജന സദസ്സ് നടത്തി BKMU. SSLC +2 ഉന്നത വിജയികളെ അനുമോദിച്ച് കൊടകര. ഒരുമിക്കാം ഒന്നുകൂടി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും NCTVnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.